ഏവരും അക്ഷമയോടുകൂടി കാത്തിരിക്കുന്ന ആ ധന്യ നിമിഷത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. മുഖ്യപ്രഭാഷണം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ വേദിയിലേക്ക് കടന്നു വരാൻ പോകുന്നത് വിരാടദേശത്തിന്റെ സനാതന ധർമ്മത്തെ നെഞ്ചിലേറ്റി കേരളത്തിന്റെ ഇടനാഴികളിൽ ദേശദേശാന്തരങ്ങളിലും പ്രോജ്വലിച്ചു നിൽക്കുന്ന സൂര്യ തേജസ് ഹിന്ദു ഐക്യവേദി സംസ്ഥാന മുഖ്യ രക്ഷാധികാരി ശ്രീമതി ശശികല ടീച്ചറിനെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. സ്നേഹം നിറഞ്ഞ സഹപ്രവർത്തകരെ, നിങ്ങളാരും പേടിച്ചില്ലല്ലോ എന്നെ പരിചയപ്പെടുത്തുന്നതായിട്ട്. ഞാൻ ലേശം പേടിച്ചു എന്നത് സത്യമാണ്. അപ്പോൾ ഏതായാലും വളരെ സന്തോഷമുണ്ട് ഈ പരിപാടിയിൽ നിങ്ങളുടെ വികാരം എന്ത് എന്ന് പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് ഇത്ര നേരം നിങ്ങളോടൊപ്പം പങ്കെടുക്കാൻ സാധിച്ചത്. ഇവിടെ കടക്കാവൂർ ഹിന്ദു മഹാസമ്മേളനവും സ്ത്രീശക്തി സംഗമവും ഒക്കെ നടക്കുന്ന ഈ വേദിയിലും സദസ്സിലും ഞാൻ കാണുന്നവരെക്കാൾ ഉത്സാഹത്തോടെ മറ്റൊരു സാന്നിധ്യം ഇവിടെ ഉണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് മറ്റാരുടേതുമല്ല, ഹിന്ദു ഐക്യവേദിയെ നെഞ്ചേറ്റിക്കൊണ്ട് ഹിന്ദു ഐക്യവേദിയോടൊപ്പം നടന്ന് വിഷ്ണുപദം പൂകിയ സ്വർഗീയ മണിക്കുട്ടൻ ചേട്ടൻ ഇവിടെ എവിടെയൊക്കെ ഉണ്ടായിരിക്കും എന്ന് എൻ്റെ മനസ്സിൽ തോന്നുന്നു. കാരണം ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് വരെ എന്നോടൊപ്പം ഹിന്ദു ഐക്യവേദിയുടെ പ്രവർത്തനങ്ങളിൽ ഇവിടെ പങ്കാളിയായിക്കൊണ്ടാണ് ആ ജീവിത വിഷ്ണുപദം പൂകിയത് എന്നതുകൊണ്ട് തന്നെ ഇത്തരം ഒരു പരിപാടി നടക്കുമ്പോൾ ഇവിടെ സാന്നിധ്യം ഉണ്ടായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. ആദ്യം തന്നെ ആ സാന്നിധ്യത്തെ കൊണ്ടുപോകും. ഇവിടെ ഭംഗിയായി ഇങ്ങനൊരു ഹിന്ദു സംഗമം നടത്തണം എന്ന തോന്നലിൽ തന്നെ പ്രഭാഷണത്തിന് പ്രസക്തിയില്ല. കാരണം ഒന്നിക്കണം എന്നുള്ള തോന്നലിനാണല്ലോ ഹിന്ദു സംഗമം നടത്തണം എന്ന് തോന്നുന്നത്. അല്ലെങ്കിൽ നമുക്കിങ്ങനെ മാറിയിരുന്ന് പലതും പറയാം. ഹിന്ദുക്കളൊന്നും ഒരിക്കലും ഒന്നാവാൻ പോണില്ല, നന്നാവാൻ പോണില്ല, നമ്മളങ്ങനെയാണ്, നമ്മളിങ്ങനെയാണ്, അവരെ കണ്ട് പഠിക്കൂ, ഇവരെ കണ്ട് പഠിക്കൂ. അപ്പൊ പ്രശ്നം പറയാതെ പരിഹാരം കണ്ടു നമ്മൾ ഒന്നിക്കണം. ആദ്യത്തെ അങ്ങനെ ഒന്നിച്ചിരിക്കേണ്ടത് ആദ്യമല്ല. അപ്പൊ ഇത് തന്നെയാണ് ഇതിന്റെ പരിഹാരം. ഒന്നിക്കുക എന്നത് തന്നെയാണ് പരിഹാരം എന്നറിയുമ്പോൾ തന്നെ പ്രഭാഷണത്തിന് വലിയ പ്രസക്തിയിലേറെ നിങ്ങൾ ഉൾക്കൊണ്ടു കഴിഞ്ഞു എന്താണ് ചെയ്യേണ്ടത് എന്ന്. അവിടെ ഒപ്പം തന്നെ സ്ത്രീ ശരിക്കും എങ്ങനെയാണോ മഹേശ്വരന്മാരുടെ ശക്തി, ഉമാമഹേശ്വരന്മാർ ചേരുമ്പോഴേ ശക്തി പൂർണ്ണമാകുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിനോടൊപ്പം തന്നെ സ്ത്രീ ശക്തി സംഗമം, ആ സ്ത്രീ ശക്തി സംഗമം വളരെ വളരെ ഉൾക്കാഴ്ചയോടുകൂടി തന്നെ നമുക്കറിയാം. ഈ വർഷത്തിന്റെ പ്രാധാന്യം അറിയാം. ഇവിടെ എല്ലാവരും മുൻ പ്രഭാഷണങ്ങളിലൊക്കെ തന്നെ ചെറുതായി വലുതായും ഒക്കെ തന്നെ സൂചിപ്പിച്ചു. ലോകമാത അഹല്യ ഹോൾക്കർജിയുടെ 3ാം ജന്മശതാബ്ദി ആഘോഷിക്കുന്നു. ആ 3ാം ജന്മശതാബ്ദിയിൽ നമ്മൾ എന്തിനാണ് ലോകമാത അഹല്യ ഹോൾക്കർജിയെ സ്മരിക്കുന്നത്? അവർക്ക് ഈ എന്തെങ്കിലുമൊക്കെ നമ്മളൊക്കെ വളരെ സ്മരിക്കുന്നു എന്ന് അറിഞ്ഞാൽ ഇരിക്കുന്നവർക്ക് സുഖമായിക്കൊണ്ടല്ല. നമ്മളൊരാളെ ആദരിക്കുന്നത്, അംഗീകരിക്കുന്നതിന് വേണ്ടി നമുക്കിടയിൽ നിന്ന് അത്തരം ആളുകൾ ഉണ്ടാകണം. അതൊരാവേശമായി നമുക്ക് മാറണം, അതൊരു അഭിമാനമായി മാറണം. നമ്മളെ കൊണ്ട് കൂട്ടിയാൽ പറ്റും. അതല്ലാതെ അവരുടെ ഗുണഫലങ്ങളൊക്കെ നമ്മളിങ്ങനെ വേറെ പറഞ്ഞു ഒരു എസ്സേ എഴുതാൻ പറഞ്ഞാൽ അല്ലേ, രാജ്മാരുടെ അഹല്യാബായി ഹോൾക്കർജിയെ പറ്റി ഒരു എസ്സേ എഴുതാൻ പറഞ്ഞാൽ ഗംഭീര ഒരു എസ്സേ, പ്രഭാഷണം നടത്താൻ പറഞ്ഞ ഒരു പ്രഭാഷണം, ക്യൂസ് കോമ്പറ്റീഷന് പങ്കെടുക്കാൻ എന്ന് ജനിച്ചു, എവിടെ വളർന്നു, അല്ലേ, എങ്ങോട്ട് വിവാഹം കഴിച്ചു, മകനാര്, മകന്റെ ഭാര്യയാര്, അമ്മ, ഇങ്ങനെയൊക്കെ ചോദിച്ചിട്ട് വലിയൊരു ക്യൂസ് കോമ്പറ്റീഷനുള്ളത്. ഇതൊക്കെ നമുക്ക് എളുപ്പമാണ്. ഇതൊക്കെ ഒരു പക്ഷെ നടക്കും. ഇതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇതൊക്കെ വേണം. അതാരാണ് എന്താണ് എന്നുള്ള അറിവൊക്കെ നമുക്ക് വേണം. ഒപ്പം ആയിത്തീരാൻ കഴിയുമോ, ആരാധന അതിനുള്ളതാണ്. ആയിത്തീരാൻ കഴിയുമോ എന്നൊരു അന്വേഷണം സ്വയം നടത്താൻ, അത്തരം വ്യക്തിത്വങ്ങളെ കണ്ടെത്താൻ, അതിനൊക്കെയാണ് ഇതുപോലുള്ള സന്ദർഭങ്ങൾ ഉപയോഗിക്കുന്നത്. ഈ സ്ത്രീ ശക്തിയുടെ പ്രാധാന്യം നേരത്തെ ഇവിടെ പറഞ്ഞ പോലെ തന്നെ രാജ്യം ലോകത്തോട് വിളംബരം ചെയ്തു ഭാരതത്തിന്റെ ശക്തി എന്താണ് എന്നുള്ളത്. കാരണം ഇവിടെ പരാമർശിക്ക സിന്ദൂരം അത്ര നിസ്സാരമല്ല എന്നുള്ളത്, അല്ലേ. ഓപ്പറേഷൻ സിന്ദൂരിലൂടെ മാത്രമല്ല 10-26 പേരെ, അതും വിനോദസഞ്ചാരത്തിന്റെ ആ സന്തോഷത്തിൽ ആറാടി നിൽക്കുന്നവര് കലിമയറിയാമോ എന്ന് ചോദിച്ച് അടിവസ്ത്രം ഊരി നോക്കി മുസ്ലിം അല്ല എന്ന് ഉറപ്പിച്ച് പോയിന്റ് ബ്ലാങ്കിൽ തീർത്തപ്പോൾ നമ്മുടെ മതേതരത്വത്തിന് നൊന്തു എന്നറിയില്ല. ഏതായാലും ഈ രാഷ്ട്രത്തിന് നൊന്തു എന്നുള്ളത് ഉറപ്പാണ്. കാരണം ഈ രാഷ്ട്രത്തിന്റെ മുഖമുദ്ര തന്നെയാണ് മതേതരത്വം, മതസഹിഷ്ണുത ഒക്കെ. മതത്തിനതീതമായി മനുഷ്യനെ കാണാൻ ലോകത്തെ പഠിപ്പിച്ച ധർമ്മമാണ് സനാതനധർമ്മം. നിങ്ങൾക്ക് ദൈവവിശ്വാസിയാകാം, വിശ്വാസിയാകാതിരിക്കാം, ആരിലും കാണാം. അപ്പൊ അതിനൊക്കെ അതീതമായി മനുഷ്യനെ കണ്ട ഒരു നാട്ടിൽ ഒരു മതത്തിന്റെ
ഈ പറഞ്ഞ പോലെ കലിമ അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് കലിമ അറിഞ്ഞിട്ടും കാര്യമൊന്നും ഉണ്ടാവില്ല. കലിമ വെറുതെ കാണാപ്പാടം പഠിച്ചു ചൊല്ലിച്ചിട്ട് അർത്ഥം ഇപ്പം ചിലരെങ്ങനെയാണ് പറഞ്ഞത്, ഇപ്പം എവിടുന്ന് അത് പഠിക്കാൻ പറ്റുകയെന്ന് ചോദിക്കുന്നു. കാരണം ജീവൻ രക്ഷിക്കണമെങ്കിൽ നമ്മൾ എളുപ്പവഴി ക്രിയേറ്റ് ചെയ്യണവരാണല്ലോ. ഇനി എങ്ങട്ടേലും ഇപ്പോൾ വിനോദസഞ്ചാരത്തിന് പോകണതിൻ്റെ ആദ്യം പോയിട്ട് കലിമ പഠിച്ചിട്ട് വരട്ടെ എന്ന് പറഞ്ഞാൽ അതുകൊണ്ടൊന്നും രക്ഷപ്പെടാൻ സാധ്യമല്ല എന്നുള്ളത് ഉറപ്പാണ്. കാരണം അവർ ചില ലക്ഷ്യങ്ങൾ അല്ലെങ്കിൽ ചില ലക്ഷണങ്ങളും കൂടി നോക്കിയിട്ടാണ് ഉറപ്പിച്ചിട്ടാണ് ചെയ്യുന്നത്. എന്നാൽ പിന്നെ അതുകൊണ്ട് ചെയ്തല്ലേ എന്ന് വിചാരിച്ചാൽ പിന്നെ ഒന്നും പറയാനില്ല അല്ലേ. കലിമോട്ടും കാര്യമില്ല, ചില ലക്ഷണങ്ങൾ നോക്കിയിട്ട് ലക്ഷണം കൂടിയാണ് ചെയ്യാൻ അത്രയല്ലേ നഷ്ടപ്പെടാനുള്ളൂ എന്ന മനസ്സിലേക്ക് ഹൈന്ദവ സമൂഹം എത്താതിരിക്കാൻ തന്നെയാണ് ഇതുപോലുള്ള ഹിന്ദു സംഗമങ്ങൾ നടന്നത്. അവിടെ നമ്മൾ ഈ ഹിന്ദു സംഗമത്തിൻ്റെയും നമ്മുടെ കരുത്ത് സ്ത്രീയാണ് എന്നുള്ളത്, ഈ ഭാരതത്തെ ഭാരതമാക്കി മുന്നോട്ട് കൊണ്ടുപോകാനും ആ കരുത്ത് ആവശ്യമാണ് എന്നുള്ളത് പഹൽഗാം കൂട്ടക്കൊലയിൽ നിന്ന് ഏറ്റവും നന്നായി തിരിച്ചറിഞ്ഞത് മലയാളിയാണ് എന്നെനിക്ക് തോന്നുന്നു. കാരണം കേരളത്തിൽ നിന്ന് രാമചന്ദ്രേട്ടൻ ഇതിൽ ബലിദാനിയായി നമുക്കറിയാം. ആ വിനോദസഞ്ചാരത്തിന്റെ ആനന്ദത്തിന്റെ പരകോടിയിലിരിക്കുന്ന സമയത്ത് മകളുടെയും പേരക്കുട്ടികളുടെയും മുന്നിൽ വെച്ച് അച്ഛനെ പോയിന്റ് ബ്ലാങ്കിൽ വെടിവെച്ച് കൊല്ലുക, കലിമ അറിയുമോ എന്ന് ചോദിക്കുക, അറിയില്ല എന്ന് പറഞ്ഞ് മുസ്ലിം അല്ല എന്ന് ഉറപ്പുവരുത്തി കൊല ചെയ്യുക, ആ മകളും കുട്ടികളും അത് കാണുക, രോഗിയായ അമ്മ വിവരം പിന്നീട് അറിയുക. ഒരു വല്ലാത്തൊരു സാഹചര്യം. കാരണം ഏറ്റവും സന്തോഷം വിഷു ആഘോഷിച്ച് അതിനുശേഷം കുടുംബസമേതം അപ്പോഴത്തേക്ക് അവർ മനസ്സൊന്ന് ആലോചിച്ചു. അപ്പോഴാണ് ഇത്രയും വലിയൊരു വിപത്ത് നേരിടുന്നത്. പക്ഷേ അവിടെ തീവ്രവാദിക്ക് തെറ്റി, ഭീകരവാദിക്ക് തെറ്റി. എന്തിനാണ് ഇത് ചെയ്യണത്? നമ്മളെ തളർത്താൻ വേണ്ടിയാണ് ചെയ്തതെങ്കിൽ നമ്മൾ തളർന്നിട്ടില്ല എന്ന് നമ്മൾ അവിടെ ബോധ്യപ്പെടും. എങ്ങനെ? സ്വർഗീയ രാമചന്ദ്രേട്ടന്റെ ഭൗതിക ശരീരം ദർശിക്കാൻ വേണ്ടിയിട്ട് സംഘത്തിന്റെ മുതിർന്ന പ്രചാരക സീമാജാഗരൺ മഞ്ചിന്റെ ഭാരവാഹിയൊക്കെയായ എ ഗോപാലകൃഷ്ണൻ അവിടെ ചെന്ന സമയത്ത് അപ്പോഴാണ് നമ്മളെ തിരിച്ചറിഞ്ഞത്, നമ്മളെ ഇങ്ങനെയൊന്നും തളർത്താൻ ഭീകരവാദിക്ക് സാധിക്കില്ല. നമ്മുടെ അമ്മമാരുടെ ശക്തി ഇവിടെ നിലനിൽക്കുന്നിടത്തോളം കാലം നമ്മളെ തളർത്താൻ സാധിക്കില്ല. ആ വിധവ തൻ്റെ ഭർത്താവിൻ്റെ ഭൗതിക ശരീരം മുന്നിൽ കിടത്തിക്കൊണ്ട് അവർ പറഞ്ഞത് എന്താ? ഗോപാലകൃഷ്ണനോട് പറഞ്ഞു, നമ്മൾ കേട്ടതാണ് അല്ലേ, എൻ്റെ ഭർത്താവിനെ നാളെ ചെതയിലേക്ക് അന്തിമ സംസ്കാരം നടത്തുന്നതിന് മുൻപ് നിങ്ങളെല്ലാവരും ചേർന്ന് പരമപവിത്ര മദാമി മണ്ണിൽ ഭാരതാംബയെ പൂജിക്കാൻ എന്ന ഗാനം പാടണം. എനിക്ക് നിങ്ങളോടൊപ്പം അത് ഏറ്റു ചൊല്ലണം. തളരുവോ ഭാരതം? സ്വന്തം പ്രിയതമന്റെ ഭൗതിക ശരീരം മുന്നിൽ കിടത്തി ജീവിതത്തിൽ ഇനി ഒന്നും പ്രതീക്ഷിക്കാനില്ല എന്ന ഒരവസ്ഥയിൽ ഇരിക്കുമ്പോൾ പോലും ആ അമ്മ പറഞ്ഞത് പരമപവിത്ര മദാമി മണ്ണിൽ ഭാരതാംബയെ പൂജിക്കാൻ പുണ്യവാഹിനി സേചനമേന്തും അല്ലേ. എനിക്ക് കേൾക്കണം. അപ്പോ ഈ ഒരാളെയോ രണ്ടാളെയോ 26 ആളെയോ കൊന്നാൽ ഒന്നും ആവില്ല. പരമപവിത്ര മദാമി മണ്ണിൽ ഭാരതാംബയെ സേവിക്കാൻ ഇനിയും 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 ഇതുപോലുള്ള ആളുകൾ മുന്നോട്ട് വരുമെന്ന് ഉറപ്പിച്ചിട്ട് തൻ്റെ പ്രിയതമന് യാത്രയയപ്പ് കൊടുക്കാവൂ എന്ന അമ്മ ഉറപ്പിച്ചു. പിറ്റേ ദിവസം പറഞ്ഞ പോലെ തന്നെ ഗോപാലകൃഷ്ണനും സംഘബന്ധുക്കളും സംഘ സ്വയംസേവകരും അല്ലേ എല്ലാം ചേർന്ന് അവരേൽപ്പിച്ച ദൗത്യം പരമപവിത്ര മദാമി മണ്ണിൽ നിന്ന് ചൊല്ലിയപ്പോൾ നമ്മുടെ കണ്ണ് സന്തോഷം കൊണ്ടാണോ സങ്കടം കൊണ്ടാണോ അഭിമാനം കൊണ്ടാണോ നിറഞ്ഞത് എന്നറിയാത്ത വിധത്തിൽ ആ അമ്മയും മകളും ആ വരികൾ പൂർണ്ണമായി ഏറ്റുചൊല്ലി. നമ്മൾ ആ വീഡിയോ കണ്ടതാണ്. അവർക്ക് അല്പം പോലും പതറിച്ചില്ല, അവരാ ഏറ്റുചൊല്ലി. അവിടെ ഭീകരവാദികൾക്ക് ഈ മണ്ണിൽ അവരുടെ ഒരടവ് നടക്കില്ല എന്നുള്ളതിൻ്റെ ഉത്തമമായ വിളംബരം തന്നെയായിരുന്നു അവിടെ മുഴങ്ങിക്കേട്ട പരമപവിത്ര മദാമി മണ്ണിൽ ഭാരതാംബയെ പൂജിക്കാൻ. അപ്പോൾ അതിന് ഇനിയും 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 അമ്മയെ പൂജിക്കുക എന്ന താല്പര്യത്തോടു കൂടി ലക്ഷങ്ങൾ കടന്നു വരും എന്നുറപ്പാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരം അമ്മമാരുടെ സിന്ദൂരത്തിന് കേവലം ഒരു പെട്ടിയിൽ കിട്ടുന്ന ഇതിന് പൊടിയുടെ വിലയല്ല ഉള്ളൂ. സിന്ദൂരത്തിന് ഒരു പക്ഷേ വില കുറവായിരിക്കാം അല്ലേ, വില ചെറിയൊരു പെട്ടിയുടെ, പക്ഷേ ആ ഇത്തിരി പൊടിയുടെ വിലയല്ല അത്. അതിനൊരു രാഷ്ട്രത്തിൻ്റെ മാനത്തിന് വിലയുണ്ട് എന്നാണ് പിന്നീടുള്ള നടപടികളൊക്കെ തെളിയിച്ചത്. ഓപ്പറേഷൻ സിന്ദൂർ നമുക്കൊക്കെ അറിയാം. ആ ഭാരതത്തിൻ്റെ തിലകക്കുറി ഒരിക്കലും മായരുത്. ഭാരതാംബയുടെ മാനം കാക്കാൻ കൂടി ഉദ്ദേശിച്ചുകൊണ്ടുള്ളത്. ഒരിക്കലും യുദ്ധം നഷ്ടമാണെന്ന് നമുക്കറിയാം, യുദ്ധം ദുഃഖമാണ് എന്നും അറിയാം. അതുകൊണ്ട് തന്നെ നമ്മളൊരിക്കലും യുദ്ധം പ്രഖ്യാപിച്ചിട്ടില്ല, യുദ്ധത്തിലേക്ക് പോയിട്ടുമില്ല. പക്ഷേ ഈ മതം ചോദിച്ച് മതം ഉറപ്പുവരുത്തി കൊന്ന ഭീകരവാദികളെ പോറ്റുന്നവർ അവരൊരു പാഠം പഠിച്ചേ മതിയോ? അതിന് സംശയമൊന്നും. അത് ഏതുപോലെ ഇവിടെ നേരത്തെ ഭഗവാൻ കൃഷ്ണനുമായി താരതമ്യപ്പെടുത്തി. മഹാഭാരത യുദ്ധം അത് ഒഴിവാക്കാൻ ധർമ്മപുത്രർ കഴിവിൻ്റെ പരമാവധി ശ്രമിക്കുന്നു. മഹാഭാരത യുദ്ധം നടക്കരുത്. ഭഗവാനെ തന്നെ ദൂതിന് പറഞ്ഞേക്കുന്നു, എങ്ങനെയെങ്കിലും യുദ്ധം താഴാവുന്നിടത്തോളം താണോളൂ,
എന്ന് പറഞ്ഞാണ് പറഞ്ഞല്ലേ. അത് അവിടെയുള്ള ഭഗവാൻ ചോദിക്കുന്നുണ്ടല്ലോ, 5 ദേശം ചോദിക്കും, രാജ്യത്തിന്റെ പകുതി ചോദിക്കുന്നുണ്ട്, ഓരോരുത്തർക്ക് 5 ഗ്രാമം ചോദിക്കുന്നുണ്ട്, അല്ലെങ്കിൽ 5 ആൾക്ക് കൂടി 1 ഗ്രാമം, അങ്ങനെ 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 വന്ന് താണ് യുദ്ധം ഒഴിവാക്കാനേ. അവസാനമുള്ള സൂചി കുത്തുവതിന് പോലും പാണ്ഡവർക്ക് കൊടുക്കല എന്ന് പറഞ്ഞ തൊട്ടക്കടിച്ച് ദുര്യോധനൻ ചാടുന്ന അവസ്ഥയില്ല. അപ്പൊ ഇവിടെ ഈ ദൂതിന് എന്തൊക്കെ വ്യവസ്ഥകൾ പറയണം എന്ന് ധർമ്മപുത്രനും ഒക്കെ കൂടി ഇരുന്ന് സംസാരിക്കുമ്പോൾ, കവിയുടെ ഭാവനയാണ്, അപ്പൊ നടന്നിട്ടും ഉണ്ടാകാം അല്ലെ. അങ്ങനെ സംസാരിക്കുമ്പോൾ ആ വാതിലിന് മറവിലായിട്ട് ഒരാൾ വന്നു നിന്നത്, അത് വേറെ ആരുമല്ല, സാക്ഷാൽ കൃഷ്ണയാണ്. പാഞ്ചാലി വന്നു നിന്നിട്ട് തന്റെ അഴിഞ്ഞൊലഞ്ഞു കിടക്കുന്ന മുടി ഒന്ന് ഇങ്ങനെ കോതിയിത്രേ. ഭഗവാനെ നോക്കിക്കൊണ്ട് ഈ അഴിഞ്ഞൊലഞ്ഞു കിടക്കുന്ന മുടി ഒന്ന് ഇങ്ങനെ കോതി. ഒന്നും പറഞ്ഞില്ല, പക്ഷെ പറയാതെ പറഞ്ഞു. കാരണം ആ മുടിക്കൊരു ചരിത്രമുണ്ട്. തന്നെ സദസ്സിലേക്ക്, രജസ്വലയായ തന്നെ സദസ്സിലേക്ക് വലിച്ചെടുത്ത് വിവസ്ത്രയാകാൻ നോക്കിയപ്പോൾ അതിനുള്ള പ്രതികാരമാണ് അല്ലെ. അവരെ കൊന്ന ചോരയുള്ള പുറർന്ന കൈകൊണ്ട് മാത്രമേ എൻ്റെ മുടി കെട്ടൂ എന്ന് ശപഥം ചെയ്തിട്ടാണ് മുടി അഴിച്ചിട്ട് പാഞ്ചാലി നടക്കുന്നത്. അപ്പോൾ യുദ്ധം ഒഴിവാക്കാനാണ് ഇപ്പോൾ ഇവിടെ ധർമ്മപുത്രന്റെ പറയുന്നത്. താണോളൂ എന്ന് പറയുമ്പോൾ ആ വാദത്തിൽ വന്നിട്ട് ഈ മുടി ഒന്നിങ്ങനെ കോതിയിത്ര. അപ്പോൾ ഭഗവാന് തോന്നിയെന്നാണ് ഉള്ളില്. എന്താ പാഞ്ചാലി പറയണത്? കുരുകുലാധിപൻ തന്നോടുമെല്ലവേ സരസമാവണ്ണം ദൂതരുൾ ചെയ്യുമ്പോൾ മുരഹരാ ഭവാൻ എന്റെ തലമുടി നിരൂപിച്ചിടണേ ദേവനാരായണ. ധർമ്മപുത്രന് പറഞ്ഞതൊക്കെ കാര്യം അത്ര എത്താ താണ് കൊടുത്തോളൂ. പക്ഷേ എന്ത് പറയുമ്പോൾ എന്റെ ഈ മുടി ഉണ്ടാവണം മനസ്സിൽ. അതായത് യുദ്ധം കൊണ്ട് ഇങ്ങോട്ട് വരാവൂ. കാരണം യുദ്ധം നടന്നാലേ തന്നെ ഇത്തരത്തിൽ അപമാനിച്ചവന്റെ രക്തം കൊണ്ട് എനിക്ക് മുടി കെട്ടാൻ പറ്റൂ. അതുകൊണ്ട് തന്നെ ആ പെങ്ങളുടെ ആ മുടി ആങ്ങളുടെ മനസ്സിലുണ്ടായിട്ടുണ്ടാകും. യുദ്ധം കൊണ്ട് തന്നെ വന്നുള്ളൂ. ആ യുദ്ധത്തിൽ തേരാളിയായി നിന്ന് നയിക്കുകയും ചെയ്തു. ഒരു പാഞ്ചാലിയുടെ മാനത്തിലൊരു മഹായുദ്ധത്തിലെ തേരാളിയായി നിന്ന ഭഗവാന്റെ നാട്ടില് 26 പേരുടെ സിന്ദൂരം അയച്ചവരെ വെറുതെ വിടാൻ പറ്റും. ഇനിയും അത്തരം ലക്ഷ്യം വെച്ച് നടക്കുന്നവരെ വളർത്താം എന്ന് പറയാൻ പറ്റുമോ? അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായി എങ്ങനെയാണോ ഒരു ക്യാൻസറിനൊക്കെ അല്ലേ മറ്റേ റേഡിയേഷൻ കൊടുക്കുമ്പോൾ ആ ക്യാൻസർ സെല്ലുകളെ പരമാവധി നശിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി കൃത്യമായി ലൊക്കേറ്റ് ചെയ്ത് റേഡിയേഷൻ അയക്കുന്നത് പോലെ കൃത്യമായി എവിടെയാണോ ഭീകരവാദികൾ എന്ന് കണ്ടെത്തി അവിടേക്ക് അല്ലേ. അല്ലാതെ അവിടുത്തെ സിവിലിയൻസ് അവരൊന്നും പഴച്ചിട്ടില്ല. അവർ ഈ മതത്തിന്റെ വിശ്വാസികളായി പോയി എന്നൊരു അബദ്ധമേ കാണിച്ചിട്ടുള്ളൂ. അതൊരു പക്ഷെ തിരുത്താൻ കഴിഞ്ഞാൽ നമ്മുടെ വേദങ്ങൾ പിറന്ന മണ്ണിൽ ജനിച്ചവരാണ് അവർ. തിരുത്താൻ കഴിഞ്ഞാൽ ഒരുപക്ഷെ നല്ല ആളുകളാക്കി നമുക്ക് മാറ്റാൻ കഴിയുമായിരിക്കും. അപ്പോ അത്തരത്തിൽ ആരാണോ അപകടം അവിടേക്ക് തന്നെ കൃത്യമായി ലൊക്കേറ്റ് ചെയ്ത് നമുക്ക് മറ്റേ എന്താന്നാ പറയണ്ടത്, ഏതൊക്കെ നാശനഷ്ടങ്ങൾ വരുത്താമോ അത് മുഴുവൻ വരുത്താൻ സാധിച്ചപ്പോൾ നമ്മുടെ കരുത്ത്, ഭാരതത്തിന്റെ കരുത്ത്, അത് അമ്മമാരുടെ പ്രാർത്ഥനയിലാണ്, അമ്മമാരുടെ മാനത്തിലാണ്. ഈ നാട് നാളെയും നിലനിൽക്കുക അതിലൊക്കെ തന്നെയാണ് എന്ന് നമുക്ക് ഉറപ്പു തന്നതാണ് ഓപ്പറേഷൻ സിന്ദൂർ. അപ്പൊ ഇവിടെ ഇനി നമ്മൾ എന്താ വേണ്ടത്? നമുക്ക് വേണ്ടേ ചില ബ്രഹ്മോസുകളൊക്കെ, നമുക്ക് വേണ്ടേ ചില സുദർശനമൊക്കെ, കൃത്യമായി എവിടെയാണ് ചെന്ന് പൊട്ടേണ്ടത് എന്ന് അല്ലെ കൃത്യമായി അയച്ച അവിടെ ചെന്ന് പൊട്ടാൻ കഴിയുന്ന ബ്രഹ്മാവ് ഉണ്ടാക്കാൻ പറ്റുമോ നമുക്ക്? നമ്മളെ വിധായനം ഇതവിടെ നേരത്തെ അല്ലെ ശ്രുതിജി പറഞ്ഞത് അങ്ങനെ ചില ബ്രഹ്മോസുകളെ പറ്റിയിട്ടാണ്. അങ്ങനെ ചില സുദർശനം എന്ത് തന്നെ ഡോണ് വന്നാലും അതിനെയൊക്കെ പൊട്ടിച്ച് പപ്പടമാക്കി പറഞ്ഞയക്കാൻ പറ്റുന്ന ഒരു അദൃശ്യമായ ഒരു സംരക്ഷണ വലയം നമുക്ക് ചുറ്റും ഉണ്ടാകണം. രാജ്യാതിർത്തിയിൽ മാത്രം പോരാ. കാരണം രാജ്യ അതിർത്തിയിലൂടെ മാത്രമല്ല ഈ രാജ്യത്തെ നശിപ്പിക്കാൻ നോക്കുന്നത്, ഈ സനാതന ധർമ്മത്തെ നശിപ്പിക്കാൻ നോക്കുന്നത്. എനിക്കും നിങ്ങൾക്കും ഇടയിലൂടെ നുഴഞ്ഞു കയറിക്കൊണ്ട് ഈ നാടിനെ നശിപ്പിക്കാൻ എന്തൊക്കെ ചെയ്യാമോ അത് നടക്കുന്നുണ്ട്. അതെല്ലാ അർത്ഥത്തിലും നടക്കുന്നുണ്ട്. അവിടെ ലവ് ജിഹാദൊക്കെ പറഞ്ഞതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അത് മാത്രമല്ല നമ്മുടെ കരുത്തെന്താ? ഈ മണ്ണിനെ പുണ്യഭൂമിയായി പിതൃഭൂമിയായി കാണുന്ന അവരാണ് സനാതന ധർമ്മികൾ, ഹിന്ദുക്കൾ. അവരൊന്നിച്ചാൽ ഒരു ലോണും ഈ മണ്ണിൽ വരില്ല. അതിനേക്കാൾ വലിയൊരു സുദർശനമില്ല. അവരൊന്നിച്ചാൽ അതാണ് ഈ ഭാരതത്തിന്റെ കരുത്താൻ, അതാണ് ഈ ഭാരതത്തിന്റെ മറ്റേ മുന്നോട്ട് പോകാനുള്ള ആർജവും എല്ലാം നമുക്ക് തരുന്ന ആവേഗവും ഒക്കെ നമ്മുടെ ഒരുമയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ കാലങ്ങളായി പ്രവർത്തിച്ചു വരുന്നു നമ്മളെ അകറ്റാൻ. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഹിന്ദു മഹാസംഗമത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അഹല്യാബായ് ഹോൾക്കർജിയെ സ്മരിക്കുന്ന ഈ വേളയിൽ അഹല്യാബായ് ഹോൾക്കർജിയിൽ നിന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കണം. അന്ന് ആ മറാത്തയുടെ ഭരണാധികാരത്തിൽ ഇരുന്നുകൊണ്ട്, ഒരു ചെറിയ ഭാഗത്തിന്റെ ആണെങ്കിലും ഭരണാധികാരത്തിൽ ഇരുന്നുകൊണ്ട് അവർ ചെയ്തിരുന്ന കാര്യങ്ങൾ ഒരിക്കലും ഹൈന്ദവ സമൂഹം ഭിന്നിച്ചു പോകരുത്. താൻ ഉച്ചഭക്ഷണം കഴിക്കുന്നെങ്കിൽ എല്ലാവിധ വിഭാഗം ആളുകളോടും ചേർന്നിരുന്ന് പന്തിഭോജനം നടത്തിയതിന് അപ്പോഴേ അവർ ഭക്ഷണം കഴിക്കൂ. എല്ലാ ജാതി 300 വർഷങ്ങൾക്ക് മുമ്പ് ജനിച്ചതാണ് അഹല്യാബായ് ഹോൾക്കർജി. ഇന്നല്ല, ഇന്നലെയല്ല.
300 വർഷങ്ങൾക്ക് മുമ്പ് ജനിച്ച, ഒരുപക്ഷെ കേരളത്തിൽ അപ്പോഴും ഹായ് ഹൂ എന്നൊക്കെ പറഞ്ഞാലേ അടിയളന്നും കോലളന്നും ഒക്കെ ഒരുപക്ഷെ എല്ലായിടത്തും സ്വാഭാവന ഉണ്ടായി കാണാം അത്തരം ജാതിഭ്രാന്ത്. ആ ജാതിഭ്രാന്ത് ഉള്ള ഒരു കാലത്ത് അടിയളന്നും കോലളന്നും മാറ്റി നിർത്തുകയല്ല, മറിച്ച് തന്നോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ, അതിപ്പോ എത്ര ഭാവനയോടുകൂടിയാണ്, എത്ര ദീർഘവീക്ഷണത്തോടു കൂടിയാണ് നടപടികൾ ചെയ്തിരുന്നത്. അപ്പോൾ തൻ്റെ ഉച്ചഭക്ഷണം എന്നും എല്ലാ ജാതിയിലും പെട്ട ആളുകളോടൊപ്പം ഇരുന്ന് പന്തിഭോജനം നടത്തുന്നു. എന്തിന്? അങ്ങനെയൊക്കെ തന്നെ ഒന്നിപ്പിക്കാൻ പറ്റുക. അല്ലാണ്ട് വേദിയിൽ നിന്നിട്ട് ഹിന്ദുക്കൾ ഒന്നാകണം എന്നൊക്കെ പറഞ്ഞാൽ ഒരു വലിയ കുടുക്ക് കിട്ടിട്ട് എല്ലാ ഹിന്ദുവിനും കൂടി അതിലിട്ട് വലിച്ചു മുറുക്കി ഒരു കെട്ടാക്കി മാറ്റാനൊന്നും പറ്റില്ല. അതിന് പ്രായോഗിക നടപടികൾ വേണം. ആ പ്രായോഗിക നടപടികളായിരുന്നു അല്ലേ. കാരണം ജാതി ചിന്ത, ജാതി കുഴപ്പമില്ല, പക്ഷെ ജാതി ചിന്ത, ഞാൻ മേലെ എന്നോ താഴെ എന്നോ വരുന്നത്, അത് അപകടം സൃഷ്ടിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് അതില്ലാതാക്കാനാണ് തൻ്റെ അധികാരത്തിനപ്പുറം സാധാരണക്കാരോടൊപ്പം ഇരുന്ന് ആമ ഭക്ഷണം കഴിച്ചു. തൻ്റെ മകളെ വിവാഹം കഴിച്ചു കൊടുത്തത്, അഹല്യാബായി ഹോൾക്കറിന്റെ പല കാര്യങ്ങളും ഇവിടെ പറഞ്ഞു അല്ലേ. തൻ്റെ മകളെ വിവാഹം കഴിച്ചു കൊടുക്കുമെന്ന സദസ്സിൽ പ്രഖ്യാപിച്ചവർ ആർക്ക് വിവാഹം കഴിച്ചു കൊടുക്കും? അന്ന് ഡൽഹിയിലെ കടന്നു കയറിയിരുന്ന കള്ളന്മാര് അല്ലെങ്കിൽ മോഷ്ടാക്കള്, തകർക്കുന്നവര്, അവരെ അമർത്തി ചെയ്യുന്നവരാരോ അവർക്ക് എൻ്റെ മകളെ കൊടുക്കും. പലരും നെറ്റി വിളിച്ചു, അയ്യോ അപ്പൊ ജാതി നോക്കണ്ടേ, കുലം നോക്കണ്ടേ, ഇതൊക്കെ കഴിഞ്ഞു വരുന്നതാണ് നമ്മുടെ കുലമാവൂ, നമ്മുടെ ജാതിയാവൂ അല്ലേ. ഇന്ന് 2025 നെറ്റി വിളിക്കാതെ അങ്ങനെ പറയാൻ പറ്റുന്നവരുണ്ടോ നമുക്കിടയില്? ഈ 2025 നമുക്കിടയിൽ അങ്ങനെ പറയാൻ പറ്റുമോ? എന്തൊക്കെ നോക്കണം, ജാതി, ഉപജാതി, ജാതകം, അയലോക്കക്കാരല്ലേ, എന്തൊക്കെ നോക്കിയാലും. അപ്പോഴാണ് 300 വർഷങ്ങൾക്ക് മുമ്പ് ജനിച്ച അഹല്യാബായി ഹോൾക്കർജി പറഞ്ഞത്, എൻ്റെ മകളെ ഞാൻ ഇത്തരം ഒരാൾക്ക് വിവാഹം കഴിച്ചു കൊടുക്കും. നെറ്റി ചുളിച്ചവരോട് പറഞ്ഞു, അവന്റെ ധീരതയാണ് അവന്റെ കുലം. എൻ്റെ മകളെ വിവാഹം കഴിക്കാൻ വരുന്നവന്റെ ധീരതയാണ് അവന്റെ കുലം, അവന്റെ വീര്യമാണ് അവന്റെ ജാതി. ധീരതയാണ് അവന്റെ കുലം, വീര്യമാണ് അവന്റെ ജാതി. അഹല്യാബായി ഹോൾക്കറിന്റെ പുരസ്കാരം വിതരണം ചെയ്യുന്ന വേദിയിൽ, അഹല്യാബായി സ്മൃതി നടത്തുന്ന ഈ വേദിയിൽ നിന്ന് തിരിച്ചുപോയി ഈ ഇരിക്കുന്നതിൽ എത്ര പേർക്ക് സ്വന്തം മക്കൾക്ക് കല്യാണം ആലോചിക്കുമ്പോൾ ചില വിട്ടുവീഴ്ചകൾ നടത്താൻ പറ്റും? അല്ലാണ്ട് പിന്നെ എന്തിനാ നമ്മൾ ഇതിലൊക്കെ പങ്കെടുക്കുന്നത്? ഹിന്ദുവിന്റെ ജനസംഖ്യയെ പറ്റിയൊക്കെ ഇവിടെ പറഞ്ഞു നമ്മള്. ഇപ്പൊ പെറ്റുകൂട്ടണം എന്ന് പറഞ്ഞാലൊന്നും നടക്കുന്നില്ല, അതൊന്നും നമ്മളാരും കേൾക്കൂല. പറഞ്ഞാൽ ആരും അങ്ങനെ ഇതേപ്പെട്ടത് ഒരു കുട്ടിയും കൂടി ആയ കുട്ടിയുടെ തൂക്കം പൊന്ന് തരാന്ന് പറഞ്ഞാൽ പൊന്നാര മക്കളെ വേണ്ടാന്ന് പറഞ്ഞു. കാരണം ഇത് പൊന്നിട്ടിട്ട് കാര്യത്തിനെതിരെ നോക്കി ഉണ്ടാക്കണ്ടേ, അതുകൊണ്ട് വേണ്ടാന്ന് പറയുന്നോടത്താണ് ഒരു ശരാശരി ഹിന്ദു സ്ത്രീ ഇരിക്കുന്നത്. നിങ്ങൾക്ക് ഇപ്പോൾ ഇഷ്ടം പോലെ കുട്ടികൾ നടന്ന ജനസംഖ്യയിൽ നമ്മൾ പിന്നോക്കം പോയ കാശ്മീരാവും, പാകിസ്ഥാനാവും, അഫ്ഗാനിസ്ഥാനാവും, ഇറാനാവും, സംഗതിക്ക് സത്യതൊക്കെ ആവും. പക്ഷെ അതിന് വേണ്ടിയിട്ട് പെറ്റുകൂട്ടാനൊന്നും നമുക്ക് തൽക്കാലം നിങ്ങളൊക്കെ കൂടെ പറയാനേ പറ്റും, എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞിട്ടാണ് ഓരോരുത്തരും ഇരിക്കുന്നത്. മാത്രമല്ല അതൊരു പോസിറ്റീവായ മാർഗവുമല്ല. രാഷ്ട്രത്തിന്റെ പുരോഗതിയാണ് നമ്മളെ സംബന്ധിച്ചൊക്കെ. എവിടെയാണ് നമ്മൾ ജനസംഖ്യയിൽ പിന്നോക്കം പോണത്? കെട്ടേണ്ട സമയത്ത് നമ്മുടെ മക്കൾ കെട്ടുന്നുണ്ടോ? കുട്ടികളാവുന്ന സമയത്ത് കുട്ടികളാവുന്നുണ്ടോ? ധീരതയാണ് അവന്റെ കുലം, വീര്യമാണ് അവന്റെ ജാതി എന്ന് പറഞ്ഞ് മകളെ കെട്ടിച്ചു കൊടുത്ത അഹല്യാബായി ഹോൾക്കർജി. സ്ത്രീധനം വാങ്ങരുത്, കൊടുക്കരുത്. ആധുനിക കാല ഭരണഘടനയുടെ നിയമമല്ല പറയണത്. ആധുനിക ഭരണഘടനയുടെ നിയമമല്ല പറയണത്. 300 വർഷങ്ങൾക്ക് മുമ്പ് ജനിച്ച അഹല്യാബായി ഹോൾക്കർജി ധീരതയോടെ പ്രഖ്യാപിച്ചു, ആരെങ്കിലും സ്ത്രീധനം വാങ്ങിയതിന്റെ ഇരട്ടി തുക ഖജനാവിലേക്ക് അടക്കണം. ആരെങ്കിലും സ്ത്രീധനം കൊടുത്താൽ കൊടുത്ത തുക ഖജനാവിലേക്ക് അടക്കണം. ആരെങ്കിലും അതിന് മധ്യസ്ഥം നിന്നിട്ട് കമ്മീഷൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ആ തുകയും അടക്കണം. 300 വർഷങ്ങൾക്ക് മുമ്പ് ജനിച്ച അഹല്യാബായി ഹോൾക്കർജി പറഞ്ഞതാണ്. ഇന്നും കേരളത്തിലെ ചില ജില്ലകളിലെങ്കിലും സഭാമധ്യത്തിൽ ഇരുന്നു കൊണ്ട് അല്ലേ, വിവാഹം കൊള്ളാന്ന് കൊടുക്കാന്നൊക്കെ തീരുമാനിച്ചാൽ സഭാമധ്യത്തിൽ ഇരുന്നു കൊണ്ട് എൻ്റെ കുട്ടികൾക്ക് ഇന്നതൊക്കെ തരാം എന്ന അങ്ങോട്ടോ അല്ലെ, അല്ലെങ്കിൽ ഇന്നതൊക്കെ എന്ന ചടങ്ങൊക്കെ ഇപ്പോഴും ഉണ്ട് എന്നറിയുമ്പോൾ 300 കൊല്ലം മുമ്പത്തെ സാമൂഹ്യ പരിഷ്കർത്താവിനെ ഓർക്കാൻ വേറൊരു പുരസ്കാരം മതി, വേറൊരു സ്മൃതിസന്ധ്യ നടത്തിയാൽ മതി. നമ്മളല്ലാണ്ട് ആര് മാറ്റം വരുത്തും? ഈ മാറ്റങ്ങൾ വരുത്താനായിട്ട് ലോകത്ത് വേറെ ആരുമില്ല, നമ്മളേ ഉള്ളൂ. അപ്പൊ അഹല്യാബായി ഹോൾക്കർജിയെ മനസ്സിലാക്കേണ്ടത് അത് ആയിത്തീർന്നുകൊണ്ടാണ്. നമുക്ക് ചെയ്യാനുള്ളതേ ഉള്ളൂ. നമ്മുടെ അധികാരമൊന്നും വേണ്ട. നമ്മുടെ വീട്ടിൽ അതിന്റെ മഹാറാണിമാര് നമ്മളല്ലേ. നമ്മുടെ മക്കൾ ആരെ കല്യാണം കഴിക്കണമെന്ന് തീരുമാനിക്കാനുള്ള അധികാരമൊക്കെ ഈ മഹാറാണിമാർക്കില്ലേ? ഈ ഇരിക്കണവരൊക്കെ അഹല്യാബായി ഹോൾക്കർജിമാരാവോ? സമയത്തൊന്ന് കെട്ടിച്ചു വിടുവന്നിട്ട്
ഞാൻ പറയണ കഴിഞ്ഞ കുറച്ച് കൊല്ലങ്ങളായി ഞങ്ങൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമൊക്കെ വലിയ വലിയ അതിർത്തിയുടെ കാര്യമൊക്കെ നോക്കാൻ പട്ടാളക്കാരുണ്ട്. അവർക്ക് വേണ്ട ഒരു പ്രോത്സാഹനം കൊടുത്താൽ മതി നമ്മൾ, അല്ലേ? അവർക്ക് വേണ്ട പ്രോത്സാഹനം കൊടുക്കുക, അവരോടൊപ്പം ധീരതയോടുകൂടി നിൽക്കുക. പക്ഷെ ഇത് പട്ടാളക്കാർ വന്ന് ചെയ്താൽ ഇത് മോദിജി വന്ന് ചെയ്തു തരുമോ? നമ്മളെന്നെ ചെയ്യണ്ടേ? ഒരു മര്യാദയ്ക്ക് ഒരു പ്രായത്തില് ശരീരമൊക്കെ ആഗ്രഹിക്കുന്ന പ്രായത്തിൽ വികാരങ്ങൾ ആവശ്യപ്പെടുന്ന സമയത്തൊക്കെ കല്യാണം കഴിച്ചൊക്കെ പറഞ്ഞയക്കാൻ അഹല്യാബായി ഹോൾക്കർജിയെ വിചാരിക്കുക. സ്ത്രീധനം കൊടുത്തും കുടിഞ്ഞ അവസാനം കെട്ടി തൂങ്ങിയാണ് ഇപ്പൊ പെണ്ണുങ്ങൾക്ക് കല്യാണേ പേടിയായിട്ടായിരിക്കും. കാരണം അവിടെ ചെന്ന് എന്താന്ന് വെച്ചാൽ എന്താ ഉണ്ടാവുക, കെട്ടി തൂങ്ങേണ്ടി വരും, അതോ കുത്തി കൊല്ലുമോ ഒന്നും അറിയാത്തൊരവസ്ഥയിൽ അഹല്യാബായി ഹോൾക്കർജി പറഞ്ഞ സ്ത്രീധനം അല്ലെ കൊടുത്തതിന്റെ ഇരട്ടി തുക, അല്ല വാങ്ങിയതിന്റെ ഇരട്ടി തുക, കൊടുത്ത തുക, കമ്മീഷൻ പറ്റിയ തുക ഖജനാവിലേക്ക് അടയ്ക്കണം എന്ന് 300 കൊല്ലം മുമ്പ് ഉൾക്കാഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ എവിടെ നിൽക്കണം? വലിയക്ഷരം പറഞ്ഞിട്ട് കേരളം പ്രബുദ്ധരുടെ നാടാണ്, മതേതരത്വത്തിന്റെ നാടാണ്, മാങ്ങാ തൊലിയാണ് എന്നൊക്കെ പറയുമ്പോ എവിടെയാണ് നമ്മൾ നിൽക്കണം? നമ്മൾ ഈ 300 കൊല്ലത്തിന്റെ പുറകെ നിൽക്കണ്. ആ 300 കൊല്ലത്തിന്റെ പുറകെ നിന്ന് ഇങ്ങോട്ട് വണ്ടി കൊണ്ടുവരാൻ പറ്റുമോ നമുക്ക്? അല്ലേ? പരിഷ്കാരങ്ങൾ നമ്മളിലൂടെ നടക്കട്ടെ. നമ്മൾ നവോത്ഥാന നായകന്മാരെയൊക്കെ പറ്റി പഠിക്കുക. പറഞ്ഞ പോലെ എസ് എഴുതും, ക്വിസ് കോമ്പറ്റീഷന് പറ്റി മറ്റേ ശ്രീനാരായണ ഗുരുദേവൻ അത് ചെയ്തു, മന്നത്ത് പത്മനാഭൻ ഇത് ചെയ്തു, മഹാത്മാ അയ്യങ്കാളി അത് ചെയ്തു, ശിവാനന്ദ ഗുരുദേവൻ ഇത് ചെയ്തു, തൈക്കാട് അയ്യാവ് അത് ചെയ്തു, മറ്റേ ചെയ്തു, മറിച്ച് ഞാനെന്ത് ചെയ്തു? ഹിന്ദു ഐക്യവേദിയുടെ പ്രവർത്തനത്തിൽ പങ്കെടുക്കുന്ന നമ്മൾ എന്ത് ചെയ്തു? നമ്മുടെ വീട്ടിൽ മാറ്റങ്ങൾ വരുത്താൻ, നമ്മുടെ സാമൂഹിക വ്യവസ്ഥതയ്ക്ക് ഒരു ചെറുവിരലെങ്കിലും മാറ്റം ഉണ്ടാക്കാൻ നമ്മൾ എന്തെങ്കിലും ചെയ്യരുത്. ആ ചെയ്യാനുള്ള മനസ്ഥിതിയുമായിട്ടാണ് പുറത്തു പോകുന്നതെങ്കിൽ ഹിന്ദു മഹാസംഗമം വിജയിച്ചു. അല്ലെങ്കിലോ ഇത്ര ആള് പങ്കെടുത്തു, അല്ലെ, ഇത്ര രൂപ വിരിഞ്ഞു കിട്ടി, ഇത്ര രൂപ ചെലവായി, അപ്പൊ കഴിഞ്ഞ പ്രാവശ്യത്തെ സമ്മേളനത്തെക്കാൾ ലാഭമോ നഷ്ടമോ കേമം. ഇതാണ് നമ്മൾ ഹിന്ദു സംഗമം വിലയിരുത്തേണ്ടത്. ഒരു സന്ദേശമെങ്കിലും ഏറ്റുവാങ്ങാൻ, സമാജത്തിൻ്റെതാക്കി മാറ്റാൻ നമുക്ക് കഴിയണ്ടേ? നമ്മെ ഭിന്നിപ്പിക്കാൻ എന്തുമാത്രം ശക്തികൾ ഇവിടെ പരിശ്രമിക്കുന്നുണ്ടെന്ന് നമ്മൾ നോക്കൂ, അല്ലേ? ഒരു വേടൻ തന്നതാണ് നമുക്ക് രാമായണം, അല്ലേ? മാറ്റി വെച്ചിട്ടുണ്ടോ നിങ്ങള്? ഒരുപക്ഷെ വേദിയിൽ കയറി വാത്മീകി അവർക്ക് തുള്ളിയിട്ടുണ്ടാവില്ല, കാരണം വാത്മീകി കഞ്ചാവ് അടിച്ചിട്ടുണ്ടാവില്ല. അതുകൊണ്ട് വേദിയിൽ കയറിയിട്ട്, അല്ലേ, ഒന്നാണ് വാത്മീകിട്ട് റേപ്പും നടത്തി കാണില്ല. അതുകൊണ്ട് റേപ്പർ എന്ന് പറയാം. റേപ്പ് നടത്തി കാണില്ല, വേദിയിൽ കയറി തുള്ളിയിട്ടുമില്ല, കാരണം കഞ്ചാവ് അടിക്കാത്തതുകൊണ്ട് തുള്ളിയിട്ടുമില്ല. പക്ഷെ അദ്ദേഹം തന്ന മഹത് ഗ്രന്ഥത്തെ ആദ്യ ബ്രാഹ്മണരടക്കമുള്ളവർ കത്തിച്ചു വെച്ച നിലവിളക്കിന് മുന്നിൽ ഇരുന്ന് ഇന്നും വായിക്കുമ്പോൾ നമ്മളോട് വേട മഹത്വം പറയണം. നമ്മളാരെങ്കിലും മാറ്റി നിർത്തിയിട്ടുണ്ടോ? എന്തിൻ്റെയെങ്കിലും പേരിൽ ഉണ്ടോ? ഒരരയ സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ 10 മാസം കിടന്ന വേദവ്യാസനാൽ 4ആയി വ്യസിക്കപ്പെട്ട വേദഗ്രന്ഥങ്ങൾ ഇന്നും ആധികാരിക ഗ്രന്ഥമായി എടുക്കുന്നിടത്ത് ഞാൻ പാണമല്ല, പറയനല്ല, പുലയനല്ല, അല്ല, അതാരും പറഞ്ഞില്ല, വേദവ്യാസം പറഞ്ഞില്ല, ഞാൻ നമ്പൂരിയല്ല, ഞാൻ മറ്റതല്ല, ഞാൻ മറച്ചതല്ല. പക്ഷെ ആ വാക്കുകളുടെ കാര്യത്തിൽ നമ്മൾ എടുത്തു. ആ വാക്കുകളുടെ മഹത്വം ആര് പറഞ്ഞാലും, അത് വേടം പറഞ്ഞാലും വൈദികം പറഞ്ഞാലും കാര്യം നല്ലതാണെങ്കിൽ നമ്മളെടുക്കും, നന്നല്ലെങ്കിൽ പോയി നോക്കണ പണി എന്ന് പറയാനൊരു ആ വാക്കിൽ അഗ്നിയുണ്ടെങ്കിൽ, ആ വാക്കിന് ദിശാബോധം ഉണ്ടെങ്കിൽ പറയുന്നത് ആരെ എന്ന് നോക്കുന്ന ശീലം ഭാരതത്തിനില്ല. നമ്മളെല്ലാം ഭക്തിയാദരപൂർവ്വം വായിക്കുന്ന അധ്യാത്മരാമായണം കിളിപ്പാട്ട് നമുക്ക് തന്നത് ആദ്യം രാമനൊന്നുമല്ല, തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനാണ്. അവിടെ അടി നടക്കണമല്ലോ, എഴുത്തച്ഛനാണോ നായരാണോ ചക്കാള നായരാണോ അത് അടിച്ച് തീരുമാനിക്കട്ടെ നമ്മൾ. അതൊരു വയസ്സ് നടക്കണമല്ലോ, നമുക്ക് ബാക്കി കാര്യം കൊണ്ടുപോവാം. അപ്പൊ ഏതായാലും ആദ്യ ബ്രാഹ്മണനൊന്നും അല്ല. എന്നിട്ട് അധ്യാത്മരാമായണം കിളിപ്പാട്ട് ഏതെങ്കിലും തരത്തിലുള്ള പതിത്വം നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. കിരാതമൂർത്തിയായി പരമശിവനെ ആരാധിക്കുന്നവരാ നമ്മള്. ആ കിരാതനെ ആരാധിക്കണം നമ്മളോടാണോ ന്യായം പറയണത്? കിരാതമൂർത്തിയല്ലേ പരമശിവൻ, അല്ലേ? കിരാതനും അർജുനന്റെ മുന്നിൽ വരുന്നതൊക്കെ എത്ര സന്തോഷത്തോടെ നമ്മൾ ഇപ്പോഴും ഓട്ടംകൊള്ളലാണെങ്കിലും കഥകളിയാണെങ്കിലും നമ്മൾ കാണും. കിരാതമൊക്കെ നമുക്കാണോ പറഞ്ഞു തരുന്നത്? വേട്ടയ്ക്കൊരു മകനായി വരുന്ന, അല്ലേ? കാരണം ഇതെല്ലാം ഏത് തരത്തിലുള്ള ആരാധനയും ശീലിച്ചവരാണ് നമ്മൾ. ആ നമുക്കിടയിൽ നമ്മളെ ഭിന്നിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ആരുടെയെങ്കിലും ടൂളായി ആരെങ്കിലുമൊക്കെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ സംശയമില്ല, ആ ടൂളുകൾ ഇപ്പൊ മറ്റേ പാകിസ്ഥാൻ അയക്കുന്ന ഡോണുകൾ നമുക്ക് വന്നോട്ടെ, പാവല്ലേ, പാകിസ്ഥാനല്ലേ, ലോക സമസ്ത സുഖിനോ ഭവന്തു, അവരയക്കുന്ന മിസൈലിന് വന്നോട്ടെപ്പാ നമുക്ക് പറയാൻ പറ്റുക? പൊടിച്ച് പപ്പടാക്കി പുറത്തേക്ക് വിടണം വേണ്ടേ? ഒരു ഭാരതീയന്റെയും ശിരസിൽ പതിക്കാതെ, നമ്മുടെ ഒരു വസ്തുവകയും നഷ്ടപ്പെടാതെ, നമ്മുടെ ആകാശത്ത് വെച്ച് തന്നെ അതിനെ തകർത്തെറിയുന്ന സുദർശനം. അതുപോലെ തന്നെയാണ് നമ്മളെ ഭിന്നിപ്പിക്കാൻ
സനാതനധർമ്മത്തിന്റെ ശക്തി കെടുത്താൻ ഏതെങ്കിലും ഉപകരണം ആരെങ്കിലും പറഞ്ഞയക്കുന്നുണ്ടെങ്കിൽ അത് നിതാന്ത ജാഗ്രതയോടെ ഇരിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വമല്ലേ? അപ്പൊ ജാതീയമായി ഭിന്നിപ്പിച്ചാൽ നമ്മുടെ ശക്തി കുറയും എന്ന് വളരെ കൃത്യമായി മനസ്സിലാക്കി ഇന്നിപ്പോ ലാഭമുള്ള കൃഷിയാണ് ജാതി കൃഷി. കേരളത്തിൽ ബാക്കി എല്ലാ കൃഷിയും നഷ്ടമാണ്. മറ്റേ ജാതിമാരല്ലട്ട പറഞ്ഞത്, ഏതൊരു ജാതി കൊണ്ടുപോയി കുത്തി കയറ്റിയാൽ സന്തോഷമായി എല്ലാവർക്കും എടുത്ത നമ്മുടെ ഉള്ളിലും തോന്നുന്നു, അയ്യോ എന്റെ ജാതി ആയിട്ടാണോ അവരത് പറഞ്ഞത് അല്ലേ? അല്ലെങ്കിൽ അവരാജ എന്റെ ഉള്ളിൽ വരുന്നുണ്ടെങ്കിൽ പിന്നെ എന്ത് ഹിന്ദുവാ നമ്മൾ പറയണത്? നിങ്ങൾ വേടനോ വൈദികനോ ആകാം. ഒരു ഇഷ്യൂവിനെ നിങ്ങൾ സമീപിക്കുമ്പോൾ അത് രണ്ടുമല്ലാതെ മാറി നിന്ന് നിങ്ങൾക്ക് സമീപിക്കാൻ പറ്റുമോ? അവിടെയാണ് നമ്മുടെ ഐക്യം ഉണ്ടാകുന്നത്. നമ്മൾ ഒന്നാണെന്ന ബോധം നമ്മളിലാണ് ഉണ്ടാകേണ്ടത്. നിയമം കൊണ്ടല്ല, ആചരണങ്ങളെ കൊണ്ടല്ല, നമ്മളിൽ നിന്ന്, നമ്മുടെ പെരുമാറ്റത്തിൽ നിന്ന്. അന്ത്യജൻ അഗ്രജൻ ഇല്ലിവിടെ. ഒരു 100 വർഷമായി ഭാരതീയന്റെ മനസ്സിൽ ആ ഐക്യബോധം ഉണ്ടാക്കാനാണ് രാഷ്ട്രീയ സ്വയംസേവക സംഘം എന്ന സംഘടന പ്രവർത്തിക്കുന്നത്. അന്ത്യജൻ അഗ്രജൻ ഇല്ലിവിടെ. രണ്ടുമില്ല. അതിൻ്റെ ഞാൻ അന്ത്യജനാണ്, ഞാൻ അഗ്രജനാണ്, ഞാൻ അതാണ്, ഞാൻ ഇതാണ്. രണ്ടു കൂട്ടർക്കും ഭ്രാന്താണ്. അത് പറയുന്ന രണ്ടു കൂട്ടർക്കും ഭ്രാന്താണ്. ബ്രാഹ്മണിക്കൽ ഹെജിമണി തപ്പി ഇവിടെ പലരും നടക്കുക. അത് ഉഴുന്നുവടയിലുണ്ടോ അല്ലെ, വലിച്ചെറിയണ എച്ചിലയിലുണ്ടോ എന്നൊക്കെ തെരഞ്ഞ് ബ്രാഹ്മണിക്കൽ ഹെജിമണി തപ്പി ഒരു ഭാഗത്ത് നടക്കുന്നു. വേറൊരു ഭാഗത്ത് ഈ പറഞ്ഞ പോലെ ഞാൻ പാണനല്ല, പറയനല്ല, വളയനല്ല, മറ്റതല്ല, മറച്ചതല്ല, കുണ്ടമല്ല, കുടച്ചക്രമല്ല. ഉദ്ദേശം ഒന്നേ ഉള്ളൂ. നിങ്ങൾ അന്ത്യജനായാലും അഗ്രജനായാലും നിങ്ങൾ ഈ നാടിനെ സ്നേഹിച്ചുകൊണ്ട് മുന്നോട്ട് വരികയാണെങ്കിൽ, ഇതിന് നല്ല കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും നമിക്കും. അതല്ലാത്ത കാര്യങ്ങളാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഏത് കുലത്തിൽ ജനിച്ചിട്ടും കാര്യമില്ല, ഈ നാട് നിലനിൽക്കില്ല. അതിന് യാതൊരു വിധത്തിലുള്ള സംശയവുമില്ല. അതുകൊണ്ട് ഒന്നായി നിന്ന് മുന്നോട്ട് പോകാൻ ആ മനസ്സ് നമ്മളിലൊക്കെ ഉണ്ടാക്കിയെടുക്കണം. ജാതീയമായ ഉച്ചനീചത്വ ചിന്തകൾ ഇനിയും നമ്മളേക്ക് വന്നാൽ കാശ്മീരാകാൻ, പാകിസ്ഥാനാകാൻ, അഫ്ഗാനിസ്ഥാനാകാൻ, ഇറാനാകാൻ അധിക ദൂരമില്ല. വേദങ്ങൾ പിറന്ന പുണ്യഭൂമിയിൽ നിന്നുകൊണ്ടാണ് ഭീകരന്മാരെ നമ്മുടെ നാട്ടിലേക്ക് പറഞ്ഞയച്ചത്. ആര്യ സംസ്കാരത്തിന്റെ ദേശത്ത് നിന്നാണ് അവരെ പിന്താങ്ങണോ വേണ്ടോ എന്നുള്ള ചിന്ത കണ്ടുപിടിക്കുന്നത്. ഇപ്പൊ നമ്മള് കാലത്തിന്റെ ചുമരെഴുത്തുകൾ വായിക്കണം. 1921 വള്ളുവനാട്ടിലും ഏറനാട്ടിലും ഒക്കെ നമ്മുടെ പൂർവികർ എണ്ണമറ്റ ദുഃഖവും ദുരിതവും അനുഭവിച്ചത് എവിടെയോ കിടക്കണ തുർക്കിക്ക് വേണ്ടിയായിരുന്നു. എവിടെയോ കിടക്കണ തുർക്കി. അന്ന് 99% നിരക്ഷരരാന്ന് പറയാം. എറണാകുളം, വള്ളുവനാട് മേഖലകളിൽ ഒരു 99% സ്കൂളിൽ പോയിട്ടുണ്ടാവില്ല. പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിൽ എന്നുള്ളതിന് യാതൊരു കാരണം അടുത്ത കാലം വരെ പിടിച്ചോണ്ട് വരികയായിരുന്നു സ്കൂളിലേക്ക്. ഞാൻ 36 കൊല്ലത്തെ അധ്യാപന പരിചയമുള്ള ആളാണ്. അതൊരു മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്ത്. അപ്പോൾ ഒരു 10-30 കൊല്ലം മുമ്പ് വരെ ഞാനൊക്കെ സർവീസിൽ കയറിയ ആദ്യ കാലത്ത് തന്നെ പിടിച്ചോണ്ട് വന്നാലേ പലരും സ്കൂളിൽ വരുന്നു. പിടിച്ചോണ്ട് വരണം. അതന്നെ 6ാം ക്ലാസ്സിൽ, 7ാം ക്ലാസ്സിൽ, 8ാം ക്ലാസ്സിലൊക്കെ എത്തിയപ്പോൾ തന്നെ കുട്ടിക്ക് മുതിർന്നു എന്നാണ്. പലതരത്തിലാണ് ഞങ്ങളോടൊക്കെ വന്ന് പറയും, കുട്ടിയെ ഒന്ന് തോൽപ്പിച്ചു തരും. ഇതെന്ത് പുലിവാലും കേൾക്കുന്നില്ല. പെൺകുട്ടികളെ തോൽപ്പിച്ചു തരും. എന്താ? അതേ ഇപ്പൊ കെട്ടിക്കാൻ കായില്ല. കുട്ടി 8ാം ക്ലാസ് കഴിഞ്ഞാൽ കുട്ടിയുടെ ഡിമാൻഡ് കുറയുന്നത്. അതുകൊണ്ട് കുട്ടി തോറ്റാലും എനിക്ക് കുഴപ്പമില്ല. 6 2 കൊല്ലം 7 2 കൊല്ലം 8 കുട്ടി പഠിക്കണ എവിടെ ജാതകമൊന്നും നോക്കണ്ടല്ലോ. ജാതകമൊന്നും ഇല്ലല്ലോ. ഇത് കുട്ടി പഠിക്കണ എത്രയിലാന്ന് വെച്ചാൽ 6ാം ക്ലാസ്. കുട്ടിയുടെ പ്രായം 6ാം ക്ലാസ്സിന്റെ പ്രായം. അതിൽ എത്ര കൊല്ലം തോറ്റാലും എനിക്ക് കുഴപ്പമില്ല. ഒന്ന് തോൽപ്പിച്ചു തരുമോ എന്ന് ചോദിച്ചാൽ ഞങ്ങളുടെ അടുത്ത് വന്നിട്ടുണ്ട്. അതിലേക്കും കഷ്ടമുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പഠിപ്പിച്ചും കൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ 2 മുതിർന്ന കാരണന്മാർ തലയങ്കട്ടൊക്കെ കിട്ടി അല്ലെ, ഒരു ചെറുപ്പക്കാരൻ്റെ കൂടി ക്ലാസ്സിന്റെ മുമ്പിൽ അങ്ങനെ വന്നു. എന്നിട്ട് ഇങ്ങനെ നോക്കി, 19 കുട്ടികൾ ഇരിക്കുന്ന ക്ലാസ്സാ. ഇങ്ങനെ നോക്കി, മൈമൂനൊക്കെ നീറ്റാന്ന് പറഞ്ഞു. ക്ലാസ്സിലെ ടീച്ചർ അന്തം വിട്ട് നിൽക്കുക. ഞാൻ നീക്കി എന്നു. അവള് നീക്കണോ അറിയണം നിന്നിട്ട് നല്ലോണം കണ്ടോ, ഇനി കണ്ടില്ല കേട്ടില്ല എന്നൊന്നും പറയേണ്ടത് ആ നിൽക്കണതാണ്. എവിടെ പെണ്ണാണാണെന്ന് നീക്കിയാണ് ക്ലാസ് നിൽക്കേ. ഇത് കേട്ടറിവല്ല, നേരറിവാണ്. ഇത് നേരറിവാണ്. ക്ലാസ്സിന്റെ ഒരു മൂലയ്ക്ക് നമ്മൾ നിൽക്ക് തന്നു. ഇവിടെ നല്ലോണം നോക്കിയപ്പോൾ ഇനി കണ്ടില്ല കേട്ടില്ല എന്നൊന്നും പറയണ്ടെന്നാണ് കൊണ്ട് ഇങ്ങനെ ക്ലാസ്സിൽ വെച്ച് കൊണ്ടുകണ്ടിരുന്ന വിദ്യാഭ്യാസത്തിന് അത്രയും പ്രാധാന്യം കൊടുത്തിരുന്നു ഒരു കാലത്ത്. ഇവരുടെ ദാരിദ്ര്യം കൊണ്ടാകാം, പലവിധ ബുദ്ധിമുട്ടുകളെ കൊണ്ടാകാം, നമ്മളെ കുറ്റപ്പെടുത്തുന്നൊന്നുമില്ല. അപ്പൊ അങ്ങനെ ഒരു കാലത്ത് 921 ഏറനാട്ടുകാർക്ക് എന്ത് തുർക്കി, എവിടെ തുർക്കി, എന്ത് ഇന്ത്യ എന്ന് വെച്ചാൽ അവർക്കന്ന് എന്ത് തുർക്കി. പക്ഷെ എന്നിട്ടും അവർ തൊട്ടയൽപ്പക്കാരുടെ കഴുത്തിലേക്ക് കഠാര കുത്തി ഇറക്കി. എന്തിനു വേണ്ടി? എവിടെയോ കിടക്കണ തുർക്കി ഞമ്മന്റെ നാടാ.
തുർക്കി ഞമ്മൻ്റെ നാടാണ്. ആ ഒരു ഐക്യബോധം ഉണ്ടല്ലോ, എവിടെയോ കിടക്കുന്ന തുർക്കി ഞമ്മൻ്റെ നാടാണെന്നൊരു ഐക്യബോധം. അന്ന് അതിനു വേണ്ടിയാണ് എന്തിനെന്നറിയാതെ എറണാട്ടിലെയും വള്ളുവനാട്ടിലെയും അമ്മമാർ വിധവകളാക്കപ്പെട്ടത്, മാനം പിച്ചി ചീന്തി എറിയപ്പെട്ടു നോക്കി. ആ തുർക്കിക്ക് 10 കോടി കൊടുത്തവരാണ് കേരളത്തിൽ നിന്നത് അല്ലേ. 10 കോടി കൊടുക്കാൻ കൊടുക്കാന്ന് വാഗ്ദാനം ചെയ്തവരാണ് അവരെ. അപ്പൊ എന്താണ് ഇതിലേക്ക് കൂട്ടിച്ചേർക്കുന്ന, ഇണക്കി ചേർക്കുന്ന വികാരം? എന്താ? സ്വന്തം മതം എന്ന വികാരം മാത്രം. അതിനപ്പുറം ഒന്നുമല്ല. ഒരു രാജ്യം യുദ്ധസമാനമായ ഒരു അന്തരീക്ഷത്തെ ഫേസ് ചെയ്തുകൊണ്ട് അഭിമാനത്തോടെ നമ്മുടെ പട്ടാളക്കാർ നമുക്ക് വിജയം നേടിത്തരുമ്പോൾ ഇവിടെ കിടന്ന് തിരുവാതിര കളിക്കുക. അങ്ങനെയാണ് ചെയ്തത്, ഇങ്ങനെയാണ്. കാരണം എന്തുകൊണ്ടാണ്? അവരുടെ മനസ്സ് പാകിസ്ഥാൻ്റെ ഒപ്പം. അത് അന്ന് തുർക്കിയോടൊപ്പം നിന്ന അതേ മനസ്സ് ചിലരിലെങ്കിലും ഇപ്പോഴും പാകിസ്ഥാനൊപ്പം ഉണ്ട്. കാരണം എന്നെക്കാൾ നന്നായിട്ട് ഒരു പക്ഷേ ശ്രുതിജിക്കൊക്കെ പറയാൻ പറ്റും. ഒരു അല്ലേ, ഇസ്ലാമിക രാജ്യം യുദ്ധം ചെയ്യുമ്പോൾ അതിനെ എതിർത്ത് നിൽക്കുക എന്നുള്ളത് ചിലർക്കെങ്കിലും ബുദ്ധിമുട്ടുള്ള കാര്യവും. കാരണം കിതാബിൽ നിന്ന് പഠിച്ചിട്ടുള്ള അവസ്ഥ ആ വെപ്രാളമാണ് പലരും ഇവിടെ കാട്ടിക്കൂട്ടുന്നത്. അപ്പോൾ ഈ സമാജത്തെ നശിപ്പിക്കാൻ, അത് അതിർത്തിയിലെ ഭീകരാക്രമണമാണെങ്കിലും അതുമല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഹൈന്ദവ സമാജത്തെ ഭിന്നിപ്പിക്കാനുള്ള പരിശ്രമമാണെങ്കിലും ധാരാളമായി നടക്കുന്നുണ്ട്. ഇതിനെപ്പറ്റി ഒരല്പം ഉൾക്കാഴ്ച നമുക്ക് വേണം. ഒന്നാകാൻ നമ്മൾ തയ്യാറാകണം. നമ്മുടെ അടുത്ത തലമുറയെ സ്വാഭിമാന ബോധത്തോടുകൂടി വളർത്തിക്കൊണ്ടുവരണം. ആരുടെയും കയ്യിലെ ഇരയായി മാറാതിരിക്കാൻ സ്വാഭിമാനികളായി അവരെ ഹിന്ദു അഭിമാനത്തോടുകൂടി അവരെ വളർത്തിയെടുക്കുക എന്ന ഉത്തരവാദിത്തം നമുക്കുണ്ട്. നേരത്തെ കസ്തൂരിജി പറഞ്ഞതുപോലെ തന്നെ അവരുടെ കൈകൾക്ക് തൊഴിൽ കിട്ടട്ടെ, അവരുടെ ബുദ്ധിക്ക് ചിന്തിക്കാനുള്ള അവസരം ഉണ്ടാകട്ടെ. എന്നും ഭിക്ഷാന്തേഹികളായി മാറില്ല. അങ്ങനെ ഒരു ഹിന്ദു സമൂഹത്തെ അല്ല നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഭിക്ഷാന്തേഹികളായി ആരെങ്കിലുമൊക്കെ സഹായിക്കുന്ന ഒരു ഹിന്ദു സമൂഹത്തെ അല്ല, അങ്ങോട്ട് സഹായിക്കാൻ കഴിവുള്ള ഹിന്ദു സമൂഹത്തെ, അതിനെ സൃഷ്ടിച്ചെടുക്കാനുള്ള പരിശ്രമമാണ് നമ്മുടെയൊക്കെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടത്. അവിടെയൊക്കെയാണ് അഹല്യാബായ് ഹോൾക്കർജിയൊക്കെ ഓരോ അമ്മമാർക്കും നമുക്ക് വേണ്ടുന്ന ദിശാബോധം പകർന്നു തന്നുകൊണ്ട് നമ്മെ മുന്നോട്ട് നയിക്കേണ്ടത്. എവിടെയൊക്കെ നമ്മൾ ഒന്നാകുന്നുവോ, എവിടെയൊക്കെ നമ്മൾ നമ്മുടെ സംസ്കൃതിയെ വീണ്ടെടുക്കാൻ പരിശ്രമിക്കുന്നുവോ അവിടെയൊക്കെ എതിർപ്പുണ്ടാവും. വളരെ ബുദ്ധിമുട്ടി അമ്പലമൊക്കെ പൊളിച്ചു കളയണം എന്നൊക്കെ പറയുന്നവരുടെ മുന്നിലാണ് നമ്മൾ നമ്മുടെ അമ്പലമൊക്കെ നന്നാക്കിയെടുത്തത്. വളരെ വളരെ ബുദ്ധിമുട്ടി തന്നെ പറയാം അല്ലേ. ഒരുപാട് ത്യാഗം സഹിച്ചാണ് ക്ഷേത്രങ്ങളൊക്കെ ഇന്ന് കാണുന്ന അവസ്ഥയിലെത്തിയത്. എന്തിനായിരുന്നു എത്തിച്ചത്? എവിടെ എത്തിയത്? ക്ഷേത്രത്തിൽ എന്താ ചോദിക്കുന്നത്? പുഷ്പനെ അറിയാമോ എന്ന് ചോദിക്കുന്നത്. ക്ഷേത്രത്തിൽ ഇപ്പോൾ ചോദിക്കുന്നത് ദൈവത്തെ അറിയാമോ എന്നല്ല, നിങ്ങളെ അറിയാമോ എന്നല്ല, വേദം അറിയാമോ എന്നല്ല. അവിടെ ചോദിക്കണം എന്താണ്? പുഷ്പനെ അറിയാമോ. അപ്പൊ ഈ പുഷ്പനെ അറിയാൻ വേണ്ടിയാണോ നമ്മൾ അവിടെ പോയത്? അല്ലാലോ. അപ്പോൾ നമ്മൾ ആധ്യാത്മികമായി മുന്നോട്ട് വരുമ്പോൾ നമ്മെ പുറകോട്ട് ചവിട്ടി മാറ്റുക, മദ്യത്തിലേക്കും മയക്കുമരുന്നിലേക്കും തള്ളിയിടുക. കഞ്ചാവ് കൈവശം വെച്ചതിന് അല്ലേ, കഞ്ചാവ് കൈവശം വെച്ചതിന് കഞ്ചാവോടുകൂടി പിടിക്കുകയും ഞാനത് ഉപയോഗിച്ചു എന്ന് കുറ്റസമ്മതം നടത്തുകയും ഞാൻ സ്ത്രീയെ ഉപദ്രവിച്ചു എന്ന് അതിന് മാപ്പ് പറയുകയും ഒക്കെ ചിലപ്പോൾ സംഭവിക്കാം. പക്ഷെ ആ വ്യക്തിയോടൊപ്പം കേരളത്തിന്റെ മുഖ്യമന്ത്രി, എന്റെയും നിങ്ങളുടെയും മുഖ്യമന്ത്രി, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി അല്ല, എന്റെയും നിങ്ങളുടെയും മുഖ്യമന്ത്രി ഇന്ന് എന്റെ ജില്ലയിൽ വേദി പങ്കിട്ടുകൊണ്ടിരിക്കുന്നു. കഞ്ചാവ് കേസ് കഞ്ചാവോടുകൂടി പിടിച്ച, ഞാനത് ഉപയോഗിച്ചു എന്ന് കുറ്റസമ്മതം നടത്തി അല്ലെ, ഞാൻ സ്ത്രീയെ ഉപദ്രവിച്ചു എന്ന് കുറ്റസമ്മതം നടത്തി അവരോട് മാപ്പ് പറഞ്ഞ അത്തരം ഒരു വ്യക്തിയോടൊപ്പം ഇന്ന് പാലക്കാട് ജില്ലയിലെ മലമ്പുഴയിൽ നമ്മുടെ മുഖ്യമന്ത്രി വേദി പങ്കിട്ടുകൊണ്ടിരിക്കുകയാണ്. എന്ത് സന്ദേശം പകർന്നു തരുന്നത്? നമ്മുടെ മക്കൾ എങ്ങടാ പോണ്ടത്? ചെകുവരമാരെ പോലെ ചുണ്ടിൽ പുകയുന്ന അല്ലെ ലഹരിയുമായി നുളക്കട്ടെ. സൽബുദ്ധി ആർക്കും ഉണ്ടാകരുത്. അപ്പൊ അത്തരക്കാർക്ക് പേരും പ്രശസ്തിയും കിട്ടുന്നു. തുറന്നു പറഞ്ഞ കേസാണ്. ഇപ്പൊ ഇതിനെതിരെ കേസ് വരെയാണ് വന്നോട്ടെ. ഇപ്പോഴേ ഉണ്ടായിരത്തില്ലാതെ കേസ്. ഇനിയിപ്പോൾ അതിൻ്റെ കൂടെ ഒന്നും രണ്ടും കൂടി വന്നാൽ പോടാൻ കേസല്ലേ ഉള്ളൂ അല്ലേ. ഏതായാലും ഇപ്പോൾ ആദ്യം വെള്ളത്തിൽ ഇറങ്ങുമ്പോഴല്ലേ തണുപ്പും കുളിരൊക്കെ ഉള്ളൂ. അതിലേക്കാണ്ട് ഇറങ്ങിയാൽ പിന്നെന്ത് തണുപ്പും കുളിരും. ഇനിയിപ്പോൾ നിങ്ങൾ എത്ര കേസ് തലേ കുറഞ്ഞിട്ടാലും യാതൊരു പ്രശ്നവുമില്ല. നമ്മൾ എന്ത് കഴിക്കണം എന്ത് കഴിക്കരുതെന്ന് നമുക്ക് പറയാൻ സ്വാതന്ത്ര്യമില്ല. പക്ഷെ ഒരു മുസ്ലിം അറുത്തതേ കഴിക്കാവൂ എന്നൊരു മുസ്ലിമിന് പറയുമ്പോൾ കൈയടിക്കും. കണ്ടോ അവരുടെ ധാർമ്മിക ചിന്ത. അതാണ് ഹലാൽ. മുസ്ലിമിന് കഴിക്കണമെങ്കിൽ മുസ്ലിം ഇസ്മി ചൊല്ലി അറുത്ത മാംസം വേണമെന്ന് പറയുമ്പോൾ കൈയടിക്കും. പക്ഷെ ഒരു ഹിന്ദു പാതിവെന്ത മാംസം അല്ലെ, പാതിവെന്ത മാംസം ഒരുപക്ഷെ ആരോഗ്യത്തിനെ നശിപ്പിക്കുന്ന മാംസം കഴിക്കരുത് എന്ന് ഏതെങ്കിലും ഹിന്ദു സംഘടനാ പ്രവർത്തകർ പറഞ്ഞു പോയാൽ കൈവലങ്ങൾ. ഇതെന്ത് നാട്, ഇതെന്ത് നീതി? നമുക്ക് ഇത്തരം പൗരാവകാശങ്ങളും മനുഷ്യാവകാശങ്ങളും ഒന്നും ഇല്ലേ? അതുകൊണ്ട് നമ്മൾ എന്ത് കഴിക്കണം, നമ്മൾ എന്ത് പറയണം, ഇത്തരം കാര്യങ്ങളൊക്കെ നിശ്ചയിക്കാനുള്ള മിനിമം അധികാരമെങ്കിലുമൊക്കെ നമുക്ക് തിരിച്ചു കിട്ടണം. നമ്മുടെ ക്ഷേത്രങ്ങൾ ഇവരൊക്കെ അവരുടേതായ എല്ലാ തോന്നിവാസവും, ക്ഷേത്രവിശ്വാസികളല്ലാത്തവരുടെ എല്ലാ തോന്നിവാസവും നടത്താനുള്ള സ്ഥലമല്ല.
ഒരു കാലത്ത് നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി, ദൈവം കാലുമാറുന്നു തുടങ്ങിയ നാടകങ്ങളുമായി വന്ന് അതിനു മുമ്പ് ഒരു പക്ഷേ മതപരമായ കാര്യങ്ങളിൽ നമ്മളെ പാപികളേന്ന് നീട്ടി വിളിച്ച നാളുണ്ടായിട്ടുണ്ട്. അമ്പലപ്പറമ്പ് കയറിയിട്ട് അതിനെ അതിജീവിച്ചു. നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കിയും ദൈവം കാലുമാറിയും ഒക്കെ നമ്മൾ വലിച്ച് പുറത്തേക്കിട്ടു. അപ്പം വേറെ ഓരോ പരിടിയോട് കയറി വരുന്നിട്ട് ഇങ്ങനെ വലിച്ച് പുറത്തേക്കിട്ട് എത്ര നാള്? അതുകൊണ്ട് ഒരു സുദർശനം, ക്ഷേത്രങ്ങൾക്ക് ചുറ്റും ഒരു സുദർശനം, അതിനെ നശിപ്പിക്കുന്ന ഒരു മിസൈലും അതിനകത്തേക്ക് കടന്നു വരില്ല എന്ന് ഉറപ്പിക്കാൻ വിശ്വാസികളുടേതായ ഒരു സുദർശനം. അവിടെ പാടുള്ളത് എവിടെ നടക്കാവൂ, അതിനപ്പുറം നടക്കില്ല എന്ന് പറയാൻ തങ്കുന്റെ ഉള്ളിൽ എന്തിനാണ് ക്ഷേത്രത്തിന്റെ ഭക്തരായി നമ്മൾ നിൽക്കുന്നത്? എന്തിനാ നമ്മളതിന്റെ ഭരണസമിതിയോ ഉപദേശക സമിതിയോ ആയിട്ട് നിൽക്കുന്നത്? ഒരു ക്ഷേത്രത്തിലൊക്കെ കയറിയിട്ട് ഇംഗ്ലീഷിൽ മുടിക്ക് ഹെയർ എന്ന് പറയൂലേ, അത്തരത്തിൽ തമിഴിൽ എന്തോ ഒരു വാക്കുണ്ട് അത്ര. അതൊക്കെ ഒരു ക്ഷേത്രത്തിൽ കയറിയിട്ട് പറയുമ്പോൾ അവിടുത്തെ ഉപദേശക സമിതി അവിടുത്തെ ഭക്തരെ കേട്ടുകൊണ്ടിരുന്നു എന്നുണ്ടെങ്കിൽ എന്തിനാണ് മാധവജിയും കേളപ്പജിയെ പോലുള്ളവരൊക്കെ ക്ഷേത്രങ്ങൾ ജീർണോദ്ധാരണം നടത്താൻ? അത് കേട്ടിട്ട് അല്ലേ ഇറങ്ങി പോടാന്ന് പറയാനുള്ള ചങ്കൂറ്റമില്ലാതെ അത് കേട്ടുകൊണ്ടിരുന്നാൽ, ഈ പറഞ്ഞ പോലെ തന്നെ പുഷ്പനെ അറിയാമോ എന്നൊക്കെ അത് കേട്ടുകൊണ്ടിരിക്കുന്ന ഗതികെട്ട ഒരു സമൂഹമായിട്ട് മാറുമ്പോൾ നമ്മൾ എത്ര സംഗമിച്ചിട്ട് എന്താ കാര്യം? അതുകൊണ്ട് ആർജവമുള്ള, ആണത്തമുള്ള, ആത്മാഭിമാനമുള്ള ഹിന്ദുക്കളായി മാറാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് മാത്രം ഈ വൈകിയ വേളയിൽ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നിങ്ങൾക്ക്